ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഉഴുന്നൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബൺ ദോശയാണ്. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പച്ചരി ഇടുക. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ല രീതിക്ക് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊരു 4 മണിക്കൂർ ഇത് കുതിർത്ത് വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പച്ചരിയും ഉലുവയും നമുക്കൊരു കുറച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ള അവിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ചുപ്പും അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഈ ബാറ്റർ ഒരു 7-8 മണിക്കൂറത്തേക്ക് നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ദോശമാവിൻ്റെ ഇഡലിമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇച്ചിരി തിക്കായിട്ട് വേണം നമ്മളിതൊന്ന് ഇതാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് നമുക്കൊന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് അടുപ്പിലേക്കൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നെല്ലാം ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് 2 വറ്റൽമുളക്, 2 പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബൺ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായിട്ട് അടുപ്പിലേക്കൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്യാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 1 തവി ബാറ്ററാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 തവി ചേർത്ത് കൊടുത്ത് നമുക്കൊരു അടപ്പ് ഉപയോഗിച്ച് അത് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം.
ഇപ്പം ഇവിടെ ഒരുവിധം ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഇച്ചിരി ഓയിലൊക്കെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ചിടാം. ഇതുപോലെ 2 സൈഡും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ബൺ ദോശയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ചട്നിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബൺ ദോശയുടെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.